വി.ഡി. സതീശൻ ആലപ്പുഴയിൽ ഒരു സ്ഥലത്ത്, ഞാൻ അവിടെ പരിപാടിക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു അത്രേ, എല്ലാവരും ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ടുണ്ട്, CPM ഉൾപ്പെടെ. എന്നിട്ട് അതിനപ്പുറം തട്ടിയത്, എൻ്റെ കയ്യിൽ തെളിവുണ്ട്, ഞാൻ ആ തെളിവ് ഹാജരാക്കും. ആരാ പറയുന്നത്? വി.ഡി. സതീശൻ. വി.ഡി. സതീശൻ പത്രസമ്മേളനം നടത്തി പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും അവിടെ എത്തി, ഞാനും പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിൽ ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞു, ഇലക്ട്രൽ ബോണ്ടിൻ്റെ പ്രശ്നം ലോകസഭയും രാജ്യസഭയും ചർച്ച ചെയ്തു. അന്ന് ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരി രാജ്യസഭാംഗമാണ്, MP ആണ്. ഈ പ്രശ്നം വന്നപ്പോൾ അതിനിശ്ചിതമായ വിമർശനത്തോടെ അതിനെതിർത്ത ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി നേതാവാണ് സീതാറാം യെച്ചൂരി. അത് നയമായിട്ട് മാറിയപ്പോൾ SBI എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രത്യേക അക്കൗണ്ടിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. BJPയും കോൺഗ്രസും എല്ലാം രജിസ്റ്റർ ചെയ്തു. ആ അക്കൗണ്ടിൽ രജിസ്റ്റർ ചെയ്യാത്ത പാർട്ടികളാണ് ഇടതുപക്ഷ പാർട്ടികൾ, CPIയും CPMഉം. ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല. മാത്രമല്ല, സഖാവ് സീതാറാം യെച്ചൂരി ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് പോയി. നിയമയുദ്ധം. ആ നിയമയുദ്ധത്തിൻ്റെ മുമ്പിൽ നിന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി നേതാവാണ് സഖാവ് സീതാറാം യെച്ചൂരി. അവസാനം ഭരണഘടനാ വിരുദ്ധമാണ്, ഇലക്ട്രൽ ബോണ്ട് ഞങ്ങൾ പൂർണ്ണമായി റദ്ദാക്കുന്നു എന്ന് സുപ്രീം കോടതി തീരുമാനമെടുത്തു. ആ തീരുമാനമെടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച പാർട്ടിയാണ് ഇടതുപക്ഷ പാർട്ടികൾ. എന്നിട്ട് ഇന്നലെ ആലപ്പുഴയിൽ പത്രസമ്മേളനം നടത്തിയിട്ട് വി.ഡി. സതീശൻ പറയുകയാണ്, ഇതിൽ CPMനും ഫണ്ട് കിട്ടിയിട്ടുണ്ട്, ഇലക്ട്രൽ ബോണ്ട്, അതിൻ്റെ തെളിവെൻ്റെ കയ്യിലുണ്ട് എന്നാണ്. ഞാൻ ഇന്നലെ അവിടെ പരസ്യമായിട്ട് വെല്ലുവിളിച്ച് പറഞ്ഞു, എന്നാൽ ആ തെളിവ് കൊണ്ടാ CPIM ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഭാഗമായിട്ട് ഫണ്ട് വാങ്ങിയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു രേഖ ഈ കേരളത്തിലോ ഇന്ത്യയിലോ നിങ്ങൾ പുറത്തുവിട്ടാൽ നിങ്ങൾ എന്താണോ പറയുന്നത് ആ പണി ചെയ്യാൻ ഞങ്ങൾ ഒരുക്കമാണ്, അതിൻ്റെ അപ്പുറം പറയണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞു. മിണ്ടുന്നില്ലല്ലോ.